viewers, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 11th lecture of Customs Duty and Overview. In today's lecture, we are discussing about stores to be free of export duty. Stores may be allowed to be warehoused without assessment to duty, where any imported goods are entered for warehousing and the importer makes and subscribes to a declaration that the goods are to be supplied as stores to vessel or aircrafts without payment of import duty under this chapter. The proper officer may permit the goods to be warehoused without the goods being assessed to duty. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വെയർഹൗസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടർ ഒരു ഡിക്ലറേഷൻ തയ്യാറാക്കണം. ഗുഡ്സ് വെസലിലോട്ടോ എയർക്രാഫ്റ്റിലോട്ടോ ആയിട്ട് സ്റ്റോഴ്സിലേക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ദ പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആണ് എന്നുള്ളത് ഒരു ഡിക്ലറേഷൻ എഴുതി സബ്മിറ്റ് ചെയ്യണം പ്രോപ്പർ ഓഫീസറിന് മുമ്പാകെ. പ്രോപ്പർ ഓഫീസർ ആ ഗുഡ്സിനെ അസസ് ചെയ്യാത്ത ഗുഡ്സായിട്ട് തന്നെ കണക്കാക്കി പെർമിറ്റ് ചെയ്യും, വെയർഹൗസിലോട്ട് പെർമിറ്റ് ചെയ്യും. സ്റ്റോഴ്സ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഡ്യൂട്ടി ഇല്ലാതെ വെയർഹൗസ് ചെയ്യാൻ അലൗ ചെയ്യുന്നതിനെയാണ് ഇവിടെ സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സ് വെയർഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇമ്പോർട്ടർ ഗുഡ്സ് വെസലിലോട്ടോ എയർക്രാഫ്റ്റിലോട്ടോ സപ്ലൈ ചെയ്തത് വിത്തൗട്ട് ദ പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെന്നുള്ളൊരു ഡിക്ലറേഷനോട് കൂടി പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കുന്നു. പ്രോപ്പർ ഓഫീസർ ആ അസസ്ഡ് ഡ്യൂട്ടി ഇല്ലാതെ തന്നെയാണ് ഗുഡ്സ് വെയർഹൗസിലോട്ട് പെർമിറ്റ് ചെയ്യുന്നത്. ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് സ്റ്റോഴ്സ്. എനി സ്റ്റോഴ്സ് ഇമ്പോർട്ടഡ് ഇൻ എ വെസൽ ഓർ എയർക്രാഫ്റ്റ് മേ വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി റിമൈൻ ഓൺ ബോർഡ് സച്ച് വെസൽ ഓർ എയർക്രാഫ്റ്റ് വൈൽ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ. ഒരു കപ്പലിലോ വിമാനത്തിലോ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റോഴ്സ് ആണ് എങ്കിൽ അത് ആ കപ്പലിൽ തന്നെയോ അല്ലെങ്കിൽ ആ വിമാനത്തിൽ തന്നെയോ തുടരുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഡ്യൂട്ടി ഒന്നും മേടിക്കില്ല. എനി സ്റ്റോഴ്സ് ഇമ്പോർട്ടഡ് ഇൻ എ വെസൽ ഓർ എയർക്രാഫ്റ്റ് മേ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ പ്രോപ്പർ ഓഫീസർ ബി ട്രാൻസ്ഫേർഡ് ടു എനി വെസൽ ഓർ എയർക്രാഫ്റ്റ് ആസ് സ്റ്റോഴ്സ് ഫോർ കൺസംഷൻ therein as provided in section 87 or section 90. ഒരു കപ്പലിലോ വിമാനത്തിലോ ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു സാധനവും പ്രോപ്പർ ഓഫീസറുടെ അനുമതി ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്തിൽ കപ്പലിലേക്കോ ഉള്ള ഉപയോഗത്തിനായിട്ട് മാറ്റാം. അതാണ് സെക്ഷൻ 87-ലും 90-ലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ട്. Then imported stores may be consumed on board a foreign going vessel or aircraft. Any imported stores on board a vessel or aircraft other than stores to which section 90 applies may without payment of duty be consumed thereon as stores during the period such vessel or aircraft is a foreign going vessel or aircraft. ഏതെങ്കിലും കപ്പലിലോ വിമാനത്തിലോ ഇറക്കുമതി ചെയ്ത സ്റ്റോഴ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത കപ്പലിലോ വിമാനത്തിലോ അതോ മറ്റേതെങ്കിലും അതുപോലെയുള്ള കപ്പലിലോ വിമാനത്തിലോ ഒരു സ്റ്റോഴ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്ത് കൊടുക്കണ്ട, ഡ്യൂട്ടി പേയ്മെൻറ്റ് നടത്തണ്ട. ആപ്ലിക്കേഷൻ ഓഫ് സെക്ഷൻ 69 ആൻഡ് ചാപ്റ്റർ 10 ടു സ്റ്റോഴ്സ്. The provisions of section 69 and chapter 10 shall apply to stores other than those to which section 90 applies, as they apply to other goods subject to the modifications that section 69-ലും ചാപ്റ്റർ 10-ലും പറയുന്ന സ്റ്റോഴ്സ് സെക്ഷൻ 90-ൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റോഴ്സ് ഒഴികെയുള്ള അതർ ഗുഡ്സിനെ അപ്ലൈ ചെയ്യും. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് അതിന് ബാധകമാണെന്ന് നമുക്ക് നോക്കാം. ഫോർ ദ വേർഡ്സ് exported to any place outside India or the word exported wherever they occur, the word taken on board any foreign going vessel or aircraft as stores shall be substituted. വേർഡ്സ് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഏത് സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ
കയറ്റുമതി ചെയ്യുക എന്ന വാക്ക്. അതെവിടെയാണെങ്കിലും ഫോറിനിൽ പോകുന്ന ഏതെങ്കിലും കപ്പലിലോ വിമാനത്തിലോ സ്റ്റോറുകളായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള വാക്ക് അതിന് പകരമായിരിക്കും. In the case of drawback on fuel or lubricating oil taken on board any foreign going aircraft as stores, subsection 1 of section 74 shall have effect as if for the word 98% the word the whole were substituted. വിദേശത്തേക്ക് പോകുന്ന ഏതെങ്കിലും വിമാനത്തിൽ ഇന്ധനമോ ഫ്യുവലോ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിലോ എന്തെങ്കിലും ഡ്രോബാക്ക് വരികയാണ് എങ്കിൽ അത് സെക്ഷൻ 74 സബ്സെക്ഷൻ 1 പ്രകാരം 98% അല്ലെങ്കിൽ മുഴുവനായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്റ്റോഴ്സ് ടു ബി ഫ്രീ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി. Goods produced or manufactured in India and required as stores on any foreign going vessel or aircraft may be exported free of duty in such quantities as the proper officer may determine, having regard to the size of the vessel or aircraft, the number of passengers and crew, and the length of the voyage or journey on which the vessel or aircraft is about to ഡിപ്പാർട്ട്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ മാനുഫാക്ചർ ചെയ്യുന്നതോ ആയിട്ടുള്ള ഗുഡ്സുകൾ വിദേശത്തേക്ക് പോകുന്ന ഏതെങ്കിലും കപ്പലിലോ വിമാനത്തിലോ സ്റ്റോറുകളായി ആവശ്യമുള്ള സാധനങ്ങളാണ് എങ്കിൽ അതിനെ നമുക്ക് ഡ്യൂട്ടി ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാം. കപ്പലിൻ്റെയോ വിമാനത്തിൻ്റെയോ സൈസ്, അതുപോലെ തന്നെ പാസഞ്ചേഴ്സിൻ്റെ നമ്പർ, യാത്രയുടെ ദൈർഘ്യം, ഇവയെല്ലാം പ്രോപ്പർ ഓഫീസർ കണക്കാക്കണം. Concessions in respect of imported stores for the Navy. Imported stores specified in subsection 3 may without payment of duty be consumed on board a ship of Indian Navy. സബ്സെക്ഷൻ 3യിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറുകൾ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൽ ഡ്യൂട്ടി അടയ്ക്കാതെ ഉപയോഗിക്കാം. നേവിയുടെ കേസിലും സെക്ഷൻ 69-ലെയും ചാപ്റ്റർ 10-ലും പറയുന്നിരിക്കുന്ന പ്രൊവിഷൻസ് തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. Write and send assignment based on this video. Thank you for listening.